ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മറ്റൊരു വീക്കെൻഡ് വ്ളോഗായിട്ട് മ്യൂണിക്കിൽ നമ്മുടെ ഗാർമിഷ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ കേബിൾ കാറിൽ നമ്മൾ മേലേക്ക് പോയിട്ട് അവിടുന്ന് ഫ്രീ റൈഡിൽ കോസ്റ്ററിൽ വന്നിട്ട് ഇറങ്ങാനുള്ള ഒരു ആക്ടിവിറ്റിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇത് അശ്വിനുണ്ട്, ശ്രുതി ഉണ്ട്, സുര. അതെ പറഞ്ഞുണ്ടോ സൈക്കിളുകാരെ തന്നെ സൈക്കിൾ വലിച്ചുകൊണ്ട് പോകുന്നു. എടാ നമുക്ക് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് മേലേക്ക് മറ്റേ കേബിൾ കാർ റൈഡ് ഉണ്ട്. മേലേക്ക് ഒരു 3-4 കിലോമീറ്റർ റൈഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടന്ന് കയറാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോവാണ്. ഈ ടിക്കറ്റിന് യെസ് അയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ കേബിൾ കാർ. 2 ആൾക്ക് ഒറ്റ ടൈം പോവാം, പക്ഷെ നമ്മൾ 5 ആളുകാരനെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ദേ സുരീം അഭിനവ് എടാ ബൈ. യെസ്, അവരിതാ പോണു കേസ്. നല്ല പരിപാടി കേട്ടോ. ഇതേ അടുത്ത വണ്ടി. നിങ്ങൾക്ക് വെറൈറ്റി വണ്ടിയാണല്ലോ. ആ അല്ല, ഈ സീറ്റർ തന്നെ. യെസ്, ഒരു പോകുന്നു. ഞാൻ ഗായ്സ്, ഇത് ഞാൻ ഒറ്റയ്ക്കാട്ടോ. ഇത് കുറെ ഹൈറ്റ് ഉണ്ട്, പ്രശ്നമാണ്. അപ്പൊ ഗായ്സ്, ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മൾ 5 പേരുള്ള കാരണം 2 പേര് വെച്ചിട്ട് പോണ പെയറിന്റെ സീറ്റുകളാണ്. അപ്പോൾ അവർ അഭിനവും സൂര്യ ഒരു വണ്ടിയിൽ പോയി, പിന്നെ അശ്വിനും ശ്രുതി ഒരു വണ്ടിയിൽ പോയി. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. ഇവിടെ സായി ഉണ്ടായിരുന്നെങ്കിൽ സായിക്ക് വരാമായിരുന്നു. സായിനെ മിസ് ചെയ്യുന്നു ഗൈസ്. അവിടെ വ്യൂസ് കണ്ടോ? ദേ അശ്വിനും സൂര്യ അവരൊക്കെ പോകുന്നു. ദേ കണ്ടോ, ഇതാണ് നമ്മൾ തിരിച്ചു വരുന്ന റോളർ കോസ്റ്ററിന്റെ സെറ്റപ്പ്. അടിപൊളി കേട്ടോ. എടാ ഇങ്ങോട്ട് നോക്ക്. സത്യം അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. നമ്മള് പെട്ടെന്ന് ഒരു ദിവസം സൺഡേ ഒരു ദിവസം ലീവായപ്പോൾ നമ്മൾ കാർ എടുത്തിട്ട് ഒരു ഡ്രൈവിന് വന്നതാ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ വന്നതാ. കണ്ടോ ആൾക്കാരൊക്കെ പോകണുണ്ടോ? ഇതുപോലത്തെ റോളർ കോസ്റ്ററിലാണ് നമ്മൾ ഇനി തിരിച്ചു വരാൻ പോണേ. വൈബ് തന്നെ. നമ്മുടെ വ്യൂ നോക്ക്. നമ്മൾ ഒരുപാട് ഹൈറ്റൊക്കെ ആട്ടോ കയറി പോകുന്നത്. ആൽപൈൻസിൻ്റെ മേലേക്കാണ് കയറി പോകുന്നത്. സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒറ്റയ്ക്കായി പോയതിൻ്റെ ഒരു വിഷമമുണ്ട് ചെറുതായിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ അങ്ങ് ദൂരെ സുരയും അഭിയുമ്പോണ്ട്, അശ്വിനും ശ്രുതിയുണ്ട്, പിന്നെ ഞാനുണ്ട്. പിന്നെ ദേ കണ്ടോ ബാക്കിൽ നമ്മൾ ഹൈറ്റിക്ക് കയറി തുടങ്ങി. സിറ്റി താഴത്തെ ടൗൺ കാണുന്നുണ്ടോ? അങ്ങനെ കയറി വരികയാണ്. ഇവിടുത്തെ മെയിൻ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മേലെ പോകുന്ന അവിടെ ഒരു റോളർ കോസ്റ്റർ ഉണ്ട്. ഫ്രീ ആയിട്ട് മലയുടെ മേലെ നിന്ന് ഇങ്ങനെ ഫ്രീ റൈഡിൽ നമുക്ക് ഇറങ്ങിയിട്ട് ഒഴുകി ഇങ്ങനെ റൈഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേബിൾ കാർ എടുത്തിട്ട് മേലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അടിപൊളിയാണ് എക്സ്പീരിയൻസ്. പിന്നെ ഇന്ന് അധികം വെയിലും സംഭവങ്ങളും ഇല്ല, ഒരുപാട് തണുപ്പില്ല, മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വെതർ ചെറുതായിട്ട് കുറച്ച് സീനായിട്ട് നിൽക്കുന്നത്, എന്നാലും നല്ലൊരു ക്ലൈമറ്റാണ്. ഒരുപാട് ചൂടില്ല. ഇത്രയും നാൾ 40-42 ഡിഗ്രി ആയിട്ട് ഹീറ്റ് വേവ് പറഞ്ഞു. ഹീറ്റ് വേവ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞു. അതുകൊണ്ട് അടിപൊളിയാണ് ഗൈസ്. നമുക്ക് മേലെ പോയിട്ട് ഇനി ബാക്കി കാണാം. ഈ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് അപ്പാപ്പന്മാരും പിള്ളേരൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് ദൂരം ഉണ്ടത്. ഇപ്പോൾ അതാ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി ഗൈസ്. നല്ല വെതറാന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അവർ കയറുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്യാൻ.
സാധ്യതയുണ്ട്. മക്കളെ വണ്ടി നിന്ന് അയ്യോ കരിഞ്ഞു പോയി തോന്നുന്നുണ്ട് ഗൈസ്. അശ്വരേ കരണ്ട് പോയിടാ. അതെ എല്ലാവരും ലോക്കായി പെട്ടുപോയി ഗൈസ്. നമ്മളിത് കൊടുങ്കാട്ടിൽ അകപ്പെട്ടുപോയി. ഘോരവനം. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 18 യൂറോ 50 സെൻറ്റാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഗൈസ് താഴെ നല്ല വെതറായിരുന്നു. ഇപ്പം നമ്മൾ റൈഡ് കയറി ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് ആയി കാണും. ഇപ്പം നല്ല മഴയാണ് ഗൈസ്. മഴ ക്യാമറയിൽ കണ്ടു തുടങ്ങിയ ഒരുപാട് മഴയായിട്ടില്ല, ചാറെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ബട്ട് മഴയാണ് ഗൈസ്. നമ്മുടെ വ്യൂ ഒക്കെ നോക്കി, മൗണ്ടൻസും കണ്ടോ. മഴ പെയ്തു തുടങ്ങി. നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ, കറണ്ടൊക്കെ വന്നു. നമ്മൾ വണ്ടി എടുത്തു. ഒരു 5 മിനിറ്റ് നമ്മൾ ട്രിപ്പായി, എങ്കിലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ആറ്റുനോറ്റ് നല്ലൊരു ദിവസമായിട്ട് വന്നത്. നല്ല മഴയാണ് കഴിച്ചത്. ഇതാണ് യൂറോപ്പിൻ്റെ പ്രശ്നം, പ്രത്യേകിച്ച് ജർമ്മനിയിൽ. നമ്മുടെ മ്യൂണിക്കിൽ ഇവിടെ ഈ ഒരുപാട് മൗണ്ടൻസും മലകളും സംഭവങ്ങളൊക്കെ ഉള്ള കാരണം എപ്പോഴാണ് വെതർ മാറാന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര നേരം പേരുണ്ടാവും. ഇപ്പം മഴ പെയ്യണ് കഴിച്ച് നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനുമില്ല, കൊടയുമില്ല. ഇരുന്ന് മഴ കൊള്ളേണ്ടി വരുന്നതാണ് തോന്നുന്നത്. നമ്മൾ സൈഡിൽ നിന്ന് മരങ്ങളൊക്കെ മാറിയിട്ട് കുറച്ച് വ്യൂ ഉള്ളൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണാനുണ്ടോ, ഇതുപോലെ റോളർ കോസ്റ്ററിലാണ് നമ്മളിനി ഒറ്റയ്ക്ക് റൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡൗൺ ഹില്ല് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാക്കുകളാണിത്. അപ്പോൾ നമ്മൾ മേലെ വരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വൈബടിച്ച് വരും. മക്കളെ സീനായിരിക്കും തോന്നുന്നു. പക്ഷേ ഈ മഴയും കൂടി ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചില ഇങ്ങനത്തെ സംഭവങ്ങളിൽ ബാഗ് മാത്രമായിട്ട് ലഗേജ് പോലെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ താഴത്തേക്ക്. ഇത് കണ്ടോ, ബാഗ് മാത്രമായിട്ടൊക്കെ വരുന്നത്. കൊള്ളാം കണ്ടോ, ടണലൊക്കെ ഉണ്ടെന്നോ. ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരും തോന്നണോ. കൊള്ളാം. എന്തായാലും നമുക്ക് മേലെ പോയിട്ട് നോക്കാൻ കഴിച്ചു. വൈബായിരിക്കും. ഇപ്പം നമ്മൾ വന്നിട്ട് ഹൈറ്റ് നോക്കി, ഇത്രയും ഹൈറ്റിലെത്തിയിട്ടോ. ഒരുപാട് ഹൈറ്റിലേക്ക് പോകുന്നുണ്ട് ആക്ച്വലി. കൊള്ളാം. ഞാൻ ഇന്ന് നല്ല വെയിലൊക്കെ കണ്ടിട്ട് വെറും സമ്മർ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നത്, തീരെ കട്ടിയില്ലാത്ത. ഇപ്പോഴാണ് മഴ പെയ്തിട്ട് ഭയങ്കര തണുപ്പ്, ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡ്രോപ്പായി. ഇപ്പോൾ ഒരു 12 ഡിഗ്രി 13 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ. അതിന് 10 ഡിഗ്രിക്ക് ആയി തോന്നുന്നു. കുറച്ചുകൂടി ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വെതറൊക്കെ മാറി. കൊള്ളാം. കണ്ടോ ടൗൺ കണ്ടോ, നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇത്രയും ഹൈറ്റിൽ കയറി പോന്നു. ഇപ്പോൾ നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നമ്മുടെ അടുത്ത് താഴെ പറഞ്ഞാൽ 90 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം എന്നാണ്. പക്ഷെ അത്രയധികം ആൾക്കാരില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് റോളർ കോസ്റ്ററിൽ ഇങ്ങനെ കയറിയിട്ട് ഫ്രീ റൈഡ് ചെയ്യാണ്. കണ്ടോ, നമുക്ക് ബ്രേക്കും റിലീസ് ചെയ്യാനും ഇതൊക്കെ ഉള്ളതുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് മറ്റേ റോളർ കോസ്റ്റർ എടുത്തിട്ട് താഴേക്ക് സ്ലൈഡ് ചെയ്ത് പോകാം ഗൈസ്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ഇനി സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങണം. ഓക്കെ, നമ്മൾ എത്താറായി. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തേക്ക് വേണം. എങ്ങനെയാ റൈഡ് എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം പറയടേ? നമ്മൾ റോളർ കോസ്റ്റർ കയറുന്നതിന് മുമ്പ് അതിൻ്റെ മേലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഉണ്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. നമ്മളതിൻ്റെ മേലേക്ക് എത്തി. എന്താ റെസ്റ്റോറൻ്റ് അല്ലേ? എന്നാ വ്യൂ. ഇതുണ്ട് നമ്മൾ കാട്ടിൽ ജസ്റ്റ് ഹൈക്കിങ്ങിനൊക്കെ പോലെ കയറി ഗൈസ്.
നമ്മൾ കേബിൾ വണ്ടിക്ക് കയറി മലയുടെ മേലെ കയറി കുറച്ച് നേരം കാടൊക്കെ എക്സ്പ്ലോർ ചെയ്തു തിരിച്ച് നമ്മൾ റോളർ കോസ്റ്ററിൽ കയറി മല ഇറങ്ങാൻ പോവുകയാണ്. മിൽക്കിയുടെ ഐസ്ക്രീമുമായി വന്നോ. നല്ല ഫ്രെയിം, എല്ലാവരും വാ. നമ്മളോട് മറ്റേ വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ബാഗാണ് പോണത്. എൻ്റെ അശ്വിൻ്റെ ബാഗ് തൂങ്ങി പോണ്. ഇത് താഴെ എത്തൂലോ അല്ലേ? പോണ വഴിക്കൊന്ന് വീഴും വേണ്ടിട്ടാ മതിയായിരുന്നത്. ബാഗ് പോയിട്ടിട്ടാണ്. ഇതുണ്ടോ നമുക്ക് പോകാനുള്ള കാർട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ അടക്കി ക്യൂ ആണ്. 90 മിനിറ്റ് വെയിറ്റിംഗ് ടൈം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. വേണ്ടോ ഇതുപോലെ ഇങ്ങനെ ഓരോ വണ്ടികൾ വരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറ്റി ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഈ സ്ലൈഡ് താഴത്തേക്ക് ഡൗൺ ഹില്ലിലേക്ക് നമ്മൾ അത്രയും ദൂരം പോകണം ഗൈസ്. അടിപൊളിയായിരിക്കും. മഴയാണ്, മഴ. ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തരാക്കിയിട്ട് ഇരുത്തിട്ടു നമ്മളിങ്ങനെ കറങ്ങി അവിടെ വരെ പോയിട്ട് തിരിച്ചറിഞ്ഞ ഗൈസ്. ശ്രുതി ഇതാ വണ്ടിയിൽ കയറുന്നു. ശ്രുതി സീറ്റ് ബെൽറ്റ് സൂര്യ വണ്ടിയിൽ കയറി. ഞാൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. നമ്മൾ പോകുന്ന ഫോണ് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല, പക്ഷെ അടിപൊളിയാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇത്. പവറില്ല, നമ്മൾ തന്നെ ആക്സിലേറ്റർ ചെയ്തിട്ടാണ് പോണത്. അടിപൊളിയല്ലേ? സ്പീഡ് കുറയ്ക്കണം, ഭയങ്കര ഇതുള്ളവർക്ക് സ്പീഡ് കുറയ്ക്കണം. അടിപൊളിയാണ്. ഇതുണ്ടോ നമ്മൾ ടണൽ പോലത്തെ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. സ്പീഡ് കുറയ്ക്കണം. കണ്ടോ വ്യൂ നോക്കി. അധികം പിള്ളേരൊക്കെ പോകണ്ട് കേട്ടോ. സ്ലോ ആക്കണ്ടടുത്ത് സ്ലോ ആക്കണമെന്ന് കാണിക്കും. നമ്മുടെ കയ്യിലാണ് ഇതിന്റെ കൺട്രോള്. കണ്ടോ അടിപൊളിയാണ്. കണ്ടോ സ്പീഡിൽ പോകണമെങ്കിൽ സ്പീഡിൽ പോകാം. അഭിയോഗമുണ്ടോ? എടാ പറയടാ, എങ്ങനെ ഉണ്ടായിരുന്നു റൈഡിന്റെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നില്ലേ? പറയടാ ശ്രുതി, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ ബാഗ് തിരിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? മര്യാദയ്ക്ക് പറഞ്ഞോ? ഇത് ഞാൻ പുറത്ത് വിടും. മര്യാദ ശരിക്കും പറ. അടിപൊളിയായിരുന്നു. സജഷൻ കൊള്ളാം. അടിപൊളി റൈഡ് അല്ലേ? പക്ഷെ താഴത്തേക്ക് നമ്മള് പെട്ടെന്ന് എത്തി. മേലേക്ക് എന്തോ സമയം എടുത്തല്ലേ? പക്ഷെ മഴ പെയ്യാണ്ട് നമ്മള് താഴത്ത് നനയാണ്ട് എത്തിയില്ലേ? തണുപ്പൊക്കെ മാറിയില്ലേ? ആ പശുവിനുണ്ട്, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു പശു എങ്ങനെ ചാടിയുണ്ടല്ലോ ട്രാക്കിലേക്ക്. വ്യൂ നോക്കി ഗൈസ്. ഇവിടെ കോട നിൽക്കുന്നത് കണ്ടോ? കോടമഞ്ഞ്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ 5 euro ആയിട്ടുള്ളൂ. നമ്മളൊരു 2 മണിക്കൂറൊക്കെ പോയി വന്നപ്പോൾ 1.5-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇതാണ് നമ്മുടെ ഈ വണ്ടി, Peugeot 2008. Let's go. വ്യൂ നോക്ക് ഗയ്സ്. എന്തൊരു സ്ഥലം അല്ലേ അശ്വനെ? സ്ഥലം വിഷയ സ്ഥലം
വേറൊരു സ്ഥലത്ത് കണ്ടോ ഈ വ്യൂ നോക്കി, സ്ഥലം നോക്ക്. അവിടെ അങ്ങ് ദൂരെ ആൽപ്സ് കാണുന്നുണ്ടോ? ചെറിയൊരു വില്ലേജ്. സുരയുടെ എന്താ സുര, എങ്ങനെയൊരു സ്ഥലം? ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, എക്സ്പോസിംഗ് ആൻസ്. ആ പറ, ചാനൽ ലോഞ്ച്. യൂട്യൂബ് ചാനലാണ് എക്സ്പോസിംഗ് ആൻസ്. അബിക്ക് എന്തെങ്കിലും പറയണ്ട? എനിക്ക് ചാനലൊന്നും ഇല്ലടാ. എന്റെ സംശയം എന്ന് വെച്ചാൽ അബിയുടെ വീട്ടിൽ വാഷുവിന് എന്തുകൊണ്ട് കുറ്റിയില്ല എന്റെ ഒരു കാര്യമാണത്. റാൻഡം ടോപ്പിക് ആയി പോയല്ലോ. അതെന്തോണ്ട് അബി? അബി കുളിക്കുമ്പോ അബി തന്നെ ഡോർ തുറന്ന് ചെന്ന് നോക്കും. അവിടെ കോടമഞ്ഞാണോ മഴയാണോ എന്നറിയില്ല. കണ്ടോ പാർക്ക്, അവിടെ മുന്തിരി വള്ളികൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്ലേസ് മ്യൂണിക്കിൽ നിന്നൊരു 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ 1 ഡേ ട്രിപ്പിനൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിച്ച് ഒരു പിക്നിക്ക് പോലെയൊക്കെ പോയി വരാൻ പറ്റിയൊരു പ്ലേസാണ്. അതുപോലെ തന്നെ നമ്മുടെ ജർമ്മനിയിലെ 1 ഡേ ബെസ്റ്റ് ട്രിപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ജൂലൈയിൽ ഒരു പ്രാഗ്, ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഒരു ബെസ്റ്റ് ട്രിപ്പ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മന്ത് ലാസ്റ്റ് തന്നെ നെതർലാൻഡ്സ് ആംസ്റ്റർഡാമിലേക്ക് ഒരു ബെസ്റ്റ് ട്രിപ്പ് ഇടുന്നുണ്ട്. അതുപോലെ ഓഗസ്റ്റിൽ നമ്മൾ സിസിലിക്കും ഒരു ട്രിപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വരാൻ താല്പര്യമുള്ളവർക്ക്, ജർമ്മനിയിലുള്ളവർക്ക് നമ്മളതിനെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ യൂറോപ്പ് ഓൺ വീൽസിൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത് നമ്മൾ പോയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഈ വ്ളോഗ് വന്നതിന് ശേഷം അടുത്ത നമ്മൾ ട്രിപ്പിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.